കുറച്ച് ദിവസം മുമ്പ് സൂപ്പർമാൻ്റെ സെറ്റ് ഫോട്ടോസ് ലീക്കിൽ നിന്ന് പുതിയ സൂപ്പർമാൻ്റെയും മിസ്റ്റർ ടെർഫിക്കിൻ്റെയും മറ്റു ചില ക്യാരക്ടേഴ്സിൻ്റെയും സെറ്റ് പിക്സ് എല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്റർനെറ്റിൽ വലിയൊരു സംസാര വിഷയമായിട്ടുള്ള സെറ്റ് പിക്സ് ആയിരുന്നു അത്. അതിൽ കുറേ പേർക്ക് ആ ഒരു കോസ്റ്റ്യൂം ഇഷ്ടമായില്ല, കുറേ പേർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, കുറേ പേർ സ്റ്റോറിയെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓൾറെഡി സെപ്പറേറ്റഡ് ആയ DC ഫാൻഡം ഒന്നുകൂടി സെപ്പറേറ്റ് ആയെന്ന് വേണം പറയാൻ. പേഴ്സണലി എനിക്ക് ആ ഒരു സ്യൂട്ട് ഇഷ്ടമായില്ല. ഒരു ആവറേജ് സ്യൂട്ടിൻ്റെ ഫീലാണ് എനിക്കത് തന്നത്. കൂടാതെ സ്റ്റിൽ ആ സ്യൂട്ട് ബാഗി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ബോഡി ഫിറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു സ്യൂട്ട് നന്നായിട്ടും തോന്നുന്നുണ്ട്. ഇതുവരെ വന്ന സ്യൂട്ടിൽ കോമിക് അക്യുറേറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്ത ഒരു സ്യൂട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്യൂട്ടിൻ്റെ കളർ വൈബ്രൻ്റ് ആണ്, ആ ഒരു ചുവപ്പ് മഞ്ഞ നീലയൊക്കെ എടുത്തു നിൽക്കുന്നുണ്ട്. ആക്ച്വലി അത് തന്നെയാണ് സൂപ്പർമാൻ്റെ സ്യൂട്ടിൻ്റെ അക്യുറേറ്റ് കളർ എന്ന് പറയുന്നത്. ചിലപ്പോൾ മൂവീസിലെ കളർ കറക്ഷനും CG ടച്ചിങ് എല്ലാം വന്നു കഴിയുമ്പോൾ ആ ഒരു സ്യൂട്ട് കുറച്ചുകൂടി ബെറ്റർ ആവുമായിരിക്കാം. ഇത്തവണ വന്നിട്ടുള്ള സ്യൂട്ടിൽ സൂപ്പർമാൻ്റെ കേപ്പിലെ ആ ഒരു യെസ് സിമ്പിളും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് ഫാൻ സൂപ്പർമാൻ്റെ ആ ഒരു ഐക്കോണിക് ലുക്ക് തിരിച്ചു കൊണ്ടുവന്നതിൽ ഹാപ്പിയാണ്. ആ ഒരു വിത്ത് ട്രങ്ക്സ് ലുക്കൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ട്രങ്ക്സിൽ സൂപ്പർമാനെ കാണാൻ നൈസായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ലൈവ് ആക്ഷനിൽ എനിക്കത് ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നില്ല. പേഴ്സണലി എനിക്കത് അനിമേറ്റഡ് സീരീസിലും കോമിക്സിലും കാണാനാണ് ഇഷ്ടം. കാര്യം സൂപ്പർമാൻ്റെ ക്ലാസിക്കൽ ലുക്കിൽ ട്രങ്ക്സ് ഉണ്ട്. അത് ലോകത്തിൽ സൂപ്പർ ഹീറോസിനിടയിൽ ഒരു വലിയ ഇൻസ്പിറേഷനും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സൂപ്പർമാൻ്റെ ഔട്ട്ലുക്ക് മൊത്തം എങ്ങനെയാണോ അതിലെല്ലാത്തിനും ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അധികം പറയേണ്ടതില്ലല്ലോ, സൂപ്പർമാനെ തന്നെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതിലൂടെയാണ് പല ക്യാരക്ടേഴ്സും പല ഹീറോസും എല്ലാം ഉണ്ടായത്. എങ്കിലും 2024 നിൽക്കുമ്പോൾ ആ ഒരു ലുക്ക് ജനറൽ ഓഡിയൻസിൻ്റെ ഇടക്കും ഹേറ്റേഴ്സിൻ്റെ ഇടക്കും ഒരു ട്രോൾ മെറ്റീരിയൽ ആവാനാണ് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. എന്തായാലും മൂവി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സൂപ്പർമാനെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് നോക്കാം. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ക്യാരക്ടറാണ് മിസ്റ്റർ ടെറിഫിക്. ഈ ക്യാരക്ടറിനെ നമ്മൾ കോമിക്സിൽ കാണുന്ന ആ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ സെയിം വൈറ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോസ്റ്റ്യൂം ആ ക്യാരക്ടറിനെ എടുത്തു നിർത്തുന്നുണ്ട്. ഇനി ആ ഒരു ക്യാരക്ടറിൻ്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യും മിസ്റ്റർ ടെറിഫിക് ഓഡിയൻസിനിടയിൽ എത്രത്തോളം റീച്ച് ആവും എന്നുള്ളത്. ഇതിനു മുമ്പ് റിലീസായ ഒരു സെറ്റ് ഫോട്ടോയിൽ മെട്രോപോളിസിൽ ഒരു ഡിസ്ട്രക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പോസിബിളി അത് സൂപ്പർമാൻ വേഴ്സസ് വില്ലൻ ഫൈറ്റ് ആയിരുന്നിരിക്കാം. അതുപോലെ ഇവിടെ മിസ്റ്റർ ടെറിഫിക്കിൻ്റെ ഷിപ്പും സ്പോട്ട് ചെയ്തിരുന്നു. കോമിക്സിൽ ആ ഒരു ക്യാരക്ടർ ഒരു ലാർജ് T-ഷേപ്പ് ഷിപ്പ് ഓടിക്കുന്നത് കാണാം. ആ ഒരു ഷിപ്പിൽ നിന്ന്, അതായത് സെറ്റ് ഫോട്ടോസിൽ കാണുന്ന ആ ഒരു ഷിപ്പിൽ നിന്ന് മറ്റു ചില ക്യാരക്ടേഴ്സും ഇറങ്ങി വരുന്നുണ്ട്. അത് ലൂയിസ് ലെയ്ൻ, ജിമ്മി ഓൾസൺ, പെറിവെയ്റ്റ് തുടങ്ങിയ മറ്റ് സൂപ്പർമാൻ ക്യാരക്ടേഴ്സും ഇറങ്ങി വരുന്നത് കാണാം. ഈ മൂവിയിൽ വേറെയും സൂപ്പർ ഹീറോസ് അപ്പിയറൻസ് നടത്തുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കുറച്ചുകൂടെ കഴിഞ്ഞ് ഗ്രീൻ ലാന്റേണിൻ്റെ ലുക്കൊക്കെ കിട്ടുമായിരിക്കാം. പോസിബിളി മിസ്റ്റർ ടെറിഫിക്കും ഗ്രീൻ ലാന്റേണും ഒക്കെ ഇവിടെ JSA മെമ്പർ ആയിരിക്കാനും ചാൻസ് ഉണ്ട്. ഇവിടെയുള്ളത് ഏത് മിസ്റ്റർ ടെറിഫിക് ആണെന്ന് ക്ലിയർ അല്ല. പക്ഷേ കോസ്റ്റ്യൂമ് കാണുമ്പോൾ മൈക്കിൾ ഹോൾട്ട് ആവാനാണ് സാധ്യത. മൈക്കിൾ ഹോൾട്ടാണ് സെക്കൻഡ് മിസ്റ്റർ ടെറിഫിക്. ആ ഒരു ക്യാരക്ടർ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിരുന്നു. എന്നാൽ പ്രഗ്നൻ്റ് ആയ തൻ്റെ ഭാര്യ മരിക്കുന്നതോടെ മൈക്കിൾ ഹോൾട്ട് സൂപ്പർ ഹീറോ ലൈഫ് ചൂസ് ചെയ്യുകയും JSA മെമ്പറായി മാറുകയും ചെയ്യുന്നു. മൈക്കിൾ ഹോൾട്ടിന് T-സ്ഫിയർ എന്നൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി വെപ്പൺ ഉള്ളതായിട്ട് കോമിക്സിൽ കാണാം. ആ ഒരു ഡിവൈസ് ടെക്നോളജിക്ക് ഇൻവിസിബിൾ ആണ്. അതായത് ആ ഒരു ഡിവൈസ് ആ ക്യാരക്ടറിനെ സാറ്റലൈറ്റ്സ് റഡാർസിൽ നിന്നൊക്കെ ഇൻവിസിബിൾ ആക്കും. ഏതൊരു കോമ്പൗണ്ടിലേക്കും അലേർട്ടൊന്നും കൊടുക്കാതെ ഈസിയായി ആ ക്യാരക്ടറിന് കയറാനും പറ്റും. ഇതിനെ കൂടാതെ T-സ്ഫിയർ കോമ്പാക്റ്റിലും യൂസ്ഫുൾ ആണ്. അതിനെ എക്സ്പ്ലോഡ്സ് ആക്കി യൂസ് ചെയ്യാം, ഇലക്ട്രിക് ബ്ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്യാം, സൂപ്പർമാനെ പോലെ പറക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ പവേഴ്സ് ആ ഒരു T-സ്ഫിയറിനുണ്ട്. മിസ്റ്റർ ടെറിഫിക്കിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ് T-സ്ഫിയർ എന്ന് പറയാം. അത് ഈ ഒരു മൂവിയിൽ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അതുപോലെ ഇവിടെ ലൂയിസ് ലെയ്ൻ്റെ ലുക്കും എടുത്തു പറയേണ്ടതാണ്. ഈ സെറ്റ് ഫോട്ടോസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തോ പ്രശ്നം നടന്നൊരു സിറ്റുവേഷനാണ് അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആരാണ് ത്രെറ്റ് എന്ന് കാണിച്ചിട്ടില്ല. അവിടെ പരിക്ക് പറ്റിയ ലെക്സ് ലൂഥറിൻ്റെ ലുക്കും നമുക്ക് തന്നിട്ടുണ്ട്. മേ ബി ഏതെങ്കിലും ഏലിയൻ ഇൻവേഷൻ ആയിരിക്കാം അവിടെ ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ മറ്റു സെറ്റ് ഫോട്ടോസിൽ സൂപ്പർമാനെ മിലിറ്ററി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും കാണാൻ പറ്റും. അവിടെ നടന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ കാലൻ എന്ന ഏലിയൻ ആണെന്ന് കരുതിയിട്ടായിരിക്കാം ഇവിടെ മിലിറ്ററി സൂപ്പർമാനെ അപ്രോച്ച് ചെയ്യുന്നത്. പോസിബിളി സൂപ്പർമാൻ ഒരു വലിയ ത്രെറ്റ് ആണെന്നും ഒരു ഏലിയൻ ഇൻവേഷൻ നടക്കാൻ പോകുന്നുവെന്നും അവർ വിചാരിക്കുന്നുണ്ടാവാം. അവിടെ മിലിറ്ററിയുടെ കൂടെ ലൂയിസ് ലെയ്നെയും നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ആ ക്യാരക്ടർ മിസ്റ്റർ ടെറിഫിക്കിൻ്റെ ഷിപ്പിൽ നിന്നും ഇറങ്ങി വരുന്നതും കാണുന്നുണ്ട്. ഇവിടെ ലൂയിസ് ലെയ്ൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് സൂപ്പർമാൻ അനിമേറ്റഡ് സീരീസിൽ നമ്മൾ കണ്ടു പരിചയപ്പെട്ട ആ ഒരു പർപ്പിൾ കളറാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഒരുമാതിരിപ്പെട്ട പല സ്ഥലത്തുനിന്നും ഡീറ്റെയിലിംഗ് എടുത്തും ആ ഒരു കോമിക് അക്യുറേറ്റ് ആയിട്ടുള്ള സൂപ്പർമാനെയും ആ ക്യാരക്ടറിൻ്റെ സറൗണ്ടിങ്സിനെയും കാണിക്കാൻ ജെയിംസ് ഗൺ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു റെട്രോ സ്റ്റൈലിലുള്ള മെട്രോപോളിസും ഡെയിലി പ്ലാന്റും ഒക്കെ നമുക്ക് സെറ്റ് ഫോട്ടോസിൽ കാണാൻ പറ്റും. സ്റ്റോറി നടക്കുന്നത് മോഡേൺ പീരീഡിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂപ്പർമാനിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ലൂയിസ് ലെയ്ൻ എന്താണെന്നും കാട്ടിത്തരുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് സൂപ്പർമാൻ്റെയും അല്ലെങ്കിൽ ക്ലാർക്ക് കെന്റിൻ്റെയും ലൂയിസ് ലെയ്ൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പും അവർ തമ്മിലുള്ള റൊമാൻസും എല്ലാം ഇവിടെ എക്സ്പ്ലോർ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ക്ലാർക്ക് കെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് ക്ലാർക്കിൻ്റെ ഒരു സെറ്റ് പിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ആൾത്തിരക്കിനിടയിലൂടെ ഡെയിലി പ്ലാനിലേക്ക് പോകുന്ന ക്ലാർക്കിനെ കാണാം. അതായത് സൂപ്പർമാൻ തൻ്റെ ഓൾട്ടർ ഐഡൻറ്റിറ്റി ഒരു ഗൂഫി ആയിട്ട് പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാർക്കിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ നോക്കുമ്പോൾ ക്ലാർക്കിനെ വളരെ വിയേർഡായിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നിക്കുന്നത്. ആക്ച്വലി കോമിക്സിൽ ക്ലാർക്ക് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഒരു കണ്ണട മാത്രം വയ്ക്കുന്ന ക്ലാർക്ക് എന്തുകൊണ്ട് സൂപ്പർമാൻ ആണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും എല്ലാവർക്കും ഒരു സംശയമാണ്. അതിന് പല റീസൺസും കോമിക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് സൂപ്പർമാൻ്റെ ഗ്ലാസ്.
അത് ക്രിപ്റ്റോണിയൻ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസ് ത്രൂ മറ്റുള്ളവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് ക്ലാർക്ക് സൂപ്പർമാൻ ആണോ എന്നൊരു സംശയം വരാത്ത രീതിക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ലാർക്ക് സൂപ്പർമാൻ ആണോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. മറ്റൊരു റീസണാണ് ക്ലാർക്കും സൂപ്പർമാനും രണ്ട് ഐഡന്റിറ്റി ആണെന്നുള്ളത്. അതായത് കാലൽ സൂപ്പർമാനായിട്ട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെയല്ല ക്ലാർക്കായി കഴിയുമ്പോൾ. കാലൽ തൻ്റെ സ്വഭാവത്തിലും ആറ്റിറ്റ്യൂഡിലും ഫിസിക്കൽ ബിഹേവിയറിലെല്ലാം മാറ്റം വരുത്തും. അതായത് താൻ സൂപ്പർമാൻ ആണെന്ന് ആർക്കും ഒരു തോന്നൽ പോലും വരാത്ത രീതിക്ക് അത്രയും ബ്രില്യൻ്റായി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ഡ്രാമ കളിക്കുന്ന ഒരു ക്യാരക്ടറാണ് ക്ലാർക്ക്. അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ സ്വപ്നത്തിൽ പോലും അവർ രണ്ടുപേരും ഒരാളാണെന്ന് വിചാരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ക്ലാർക്കിൽ സൂപ്പർമാൻ്റെ ഒന്നും തന്നെ അവർക്ക് കാണാൻ കഴിയില്ല. കൂടാതെ ഇത്രയും ഗൂഫി ആയിട്ടുള്ള ഒരാളെ സൂപ്പർമാനായി സങ്കല്പിക്കാനും അവർ റെഡിയല്ല. ആ ഒരു എലമെൻറ്റ് ഈ ഒരു മൂവിയിൽ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ഗൂഫിയായ ക്ലാർക്കിനെയും അതുപോലെ തന്നെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സൂപ്പർമാനെ ആയിരിക്കും മൂവിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ക്യാരക്ടർ ഡിഫറൻസിനെ ഈ ഒരു സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ സെറ്റ് പിക്സിൽ നിന്ന് നമുക്ക് കുറേ ഈസ്റ്റർ എഗ്സും ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ലീക്കായ സെറ്റ് പിക്സിൽ നമുക്ക് സൂപ്പർമാൻ ഒരു ട്രെയിൻ തടഞ്ഞു നിർത്തുന്നതായി കാണാം. അതിലെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അത് ഭയങ്കര സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു സീൻ ഡയറക്റ്റ് കോമിക്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സൂപ്പർമാൻ ഫോർ ഓൾ സീസൺ എന്ന കോമിക് ബുക്കിൽ സൂപ്പർമാൻ ഒരു ട്രെയിൻ തടയുന്നുണ്ട്. പക്ഷേ കോമിക് പാനൽ വെച്ച് നോക്കിയാൽ തടഞ്ഞു നിർത്തുന്നതിന് പകരം സൂപ്പർമാൻ ട്രെയിൻ സ്ലോ ഡൗൺ ചെയ്യുന്ന പോലെയാണ് ഈ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെയിന് ഡാമേജ് ഇല്ല. സൂപ്പർമാൻ ഫോർ ഓൾ സീസൺ ഒരു ഡയറക്റ്റ് സൂപ്പർമാൻ സ്റ്റോറി അല്ല. പകരം ജോനാഥൻ കെൻ, ലൂയിസ് ലെയ്ൻ, ലെക്സ് ലൂഥർ, ലാന ലാങ് തുടങ്ങിയവരുടെ പെർസ്പെക്റ്റീവിൽ സൂപ്പർമാൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ആ ഒരു കോമിക് സംസാരിക്കുന്നത്. ഈ ഒരു സ്റ്റോറി ലൈനും സൂപ്പർമാൻ എന്ന ക്യാരക്ടറിന്റെ കൈൻഡ്നസ് എടുത്തു കാണിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്നെല്ലാം ജെയിംസ് ഗൺ ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് ക്ലാർക്കൻ്റ് ആണ്. സ്വയം പൊക്കി സൂപ്പർമാനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാം. അതുപോലെ ആ ഒരു ഫോട്ടോ എഴുതിയിരിക്കുന്നത് ജിമ്മി ഓൾസൺ ആണ്, സൂപ്പർമാൻസ് ബെസ്റ്റ് പാൽ. അതിനോടൊപ്പം വന്ന മറ്റൊരു ആർട്ടിക്കിൾ മെട്രോപോളിസ് ഈഗിളിന്റെ ആർട്ടിക്കിളാണ്. കോമിക്സിൽ മെട്രോപോളിസ് ഈഗിൾ ഡെയിലി പ്ലാനറ്റിന്റെ റൈവൽ ന്യൂസ് പേപ്പറാണ്. അതായത് ഡെയിലി പ്ലാനറ്റിന്റെ കോമ്പറ്റേറ്റർ ആണ് ഇവർ. അതിൽ പറഞ്ഞിരിക്കുന്നത് സൂപ്പർമാൻ ഒരു ബിൽഡിംഗ് കൊളാപ്സിൽ നിന്നും 20 പേരെ രക്ഷിച്ചു എന്നാണ്. ഒപ്പം സൂപ്പർമാന്റെ ഐക്കോണിക് പോസും നമുക്കവിടെ കാണാൻ പറ്റും. ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് കോമിക്സിൽ മെട്രോപോളിസ് ഈഗിൾ എന്ന പേര് റീനെയിം ചെയ്ത് മെട്രോ ഈഗിൾ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ ഒരു മൂവിയിൽ എത്രത്തോളം റോൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അവിടെ ആ ഒരു ഫോട്ടോയിൽ സൂപ്പർമാന്റെ ബാക്കിൽ ഒരു ഫ്രോസൺ സ്ട്രക്ചർ കാണാൻ സാധിക്കും. മോസ്റ്റ്ലി അത് സൂപ്പർമാന്റെ ഫ്രീസ് ബ്രീത്ത് ആയിരിക്കാനാണ് സാധ്യത. ആക്ച്വലി തൻ്റെ എല്ലാ എബിലിറ്റീസും ഇവിടെ ക്ലാർക്കൻ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ പവേഴ്സും ഓൺ സ്ക്രീനിൽ കാണിക്കാതെ സാക്ക് ചെയ്ത പോലെ ആവശ്യഘട്ടത്തിൽ യൂസ് ചെയ്യുന്നതായിട്ട് കാണിച്ചാൽ നന്നായിരിക്കും. അതുപോലെ ആ ഒരു ന്യൂസ് പേപ്പറിന് ലെഫ്റ്റ് ടോപ്പിൽ ചോക്കോ കുക്കീസ് ബ്രാൻഡിൻ്റെ ഒരു പരസ്യം കാണാം. DC-യിലുള്ള ഒരു ബ്രാൻഡാണ് ചോക്കോ കുക്കീസ്. കോമിക്സിൽ അത് മാർഷ്യൻ മാൻഹണ്ടറിൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ്. സോ ഫ്യൂച്ചറിൽ മാർഷ്യൻ മാൻഹണ്ടറിനെയും ജെയിംസ് ഗൺ DC-യിൽ കൊണ്ടുവന്നേക്കാം. അതുപോലെ ആ ഒരു പരസ്യത്തിൻ്റെ അടിയിൽ ലെക്സ് ലൂഥർ ആർക്കിൻ അവാർഡ് വിൻ ചെയ്തതായിട്ടും ഒരു ഹെഡ്ലൈൻ കാണാം. ഇതും കോമിക്സിലേക്കുള്ള ഒരു കണക്ഷൻ തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു സിനിമയിൽ ആര് വില്ലനാവുമെന്ന് ഒരു വലിയ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ജെയിംസ് ഗൺ ലെക്സ് ലൂഥർ ആണ് വില്ലൻ എന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെക്സ് ലൂഥർ ഫസ്റ്റ് മൂവിയിൽ തന്നെ സൂപ്പർമാനോട് ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. പകരം മറ്റൊരു വില്ലൻ കൂടി വന്നേക്കാം. ഇവിടെ കാണുന്ന ആർക്കിൻ അവാർഡ് കണക്ട് ആവുന്നത് ആൻറ്റൺ ആർക്കിൻ എന്നൊരു വില്ലനിലേക്കാണ്. ജീനിയസ് അവാർഡ് വിന്നറായ ലെക്സ് ലൂഥറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആർക്കിൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ്. എന്നാൽ ആ ക്യാരക്ടർ പിന്നീട് ഒരു മോൺസ്റ്ററായി മാറുന്നു. ആക്ച്വലി ഇത് സൂപ്പർമാൻ്റെ വില്ലനല്ല, പകരം സ്വാംപ് തിങ്ങിൻ്റെ വില്ലനാണ്. പോസിബിളി സ്വാംപ് തിങ്ങിൽ വില്ലനായിട്ട് വരുന്നത് ഈ ഒരു ക്യാരക്ടർ ആയിരിക്കാം. വേണമെങ്കിൽ ആ ഒരു പടത്തിൽ ലെക്സ് ലൂഥർ ആർക്കൈനെ സൂപ്പർമാനെതിരെ കൊണ്ടുവന്ന് നിർത്തുന്നതായിട്ടും കാണിക്കാം. ഇതിന് പുറമെ സൂപ്പർമാൻ്റെ കൈൻഡ്നസിനെ കാണിക്കുന്ന മറ്റൊരു ന്യൂസ് പേപ്പർ കട്ടിങ് കൂടി ലീക്കായിട്ടുണ്ട്. അതിൽ സൂപ്പർമാൻ ക്യാൻസർ പേഷ്യൻസിനെ കൊണ്ട് ഈജിപ്ഷ്യൻ പിരമിഡ് കാണാൻ കൊണ്ടുപോകുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും കോമിക്സിൽ നിന്നുള്ളതാണ്. ഓൾ സ്റ്റാർ സൂപ്പർമാനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാനലാണിത്. അതിൽ സൂപ്പർമാൻ ഒരു സ്കൂൾ ബസ്സിൽ ലോക്കൽ ഹോസ്പിറ്റലിലെ കുട്ടികളെ കൊണ്ട് പിരമിഡ് കാണാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാവുന്നത് ആരും കാണിക്കാത്ത സൂപ്പർമാൻ്റെ ഒരു സൈഡ് ഇവിടെ ജെയിംസ് ഗൺ കാണിക്കുമെന്നാണ്. പക്ഷേ കൈൻഡ്നസ് മാത്രമാക്കിയാൽ സിനിമ വിജയിക്കില്ല. ജെയിംസ് ഗൺ അതിനും ഒരു വലിയ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. ഇനി ഇവിടെ കവർ ചെയ്യാനുള്ളത് സെറ്റ് ഫോട്ടോസിൽ കണ്ട മിസ്റ്റീരിയസ് ക്യാരക്ടർ ആരാണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങൾക്കിവിടെ സൂപ്പർമാൻ്റെ സ്യൂട്ടിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം തന്നെ വീഡിയോ ഗൈസ്. ദിസ് ഈസ് CG സൈനിങ് ഓഫ്.